നീ എന്തിനാണ് അവിടെ വന്നത്? ഇവനെ ആരാ ക്ഷണിച്ചത്? ഇവൻ എന്റെ ചടങ്ങിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല. പ്രണവിനെ ഞാൻ തന്നെയാ ഗൗതം ചടങ്ങിലേക്ക് ക്ഷണിച്ചത്. അമ്മയെ വിളിച്ചത് ഓക്കെ. അമ്മ എനിക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ല. അതുപോലെയാണ് ഇവൻ ചെയ്തൊക്കെ നീ മറന്നോ? പ്രണവ് എന്ത് ചെയ്തു എന്നാ ഗൗതം ഈ പറയുന്നേ? ഒരു നല്ല ചടങ്ങ് നടക്കുന്ന സ്ഥലം ഇത്. വെറുതെ സംസാരിച്ച കാര്യങ്ങൾ വഷളാക്കണ്ട. ഇവനെ ക്ഷണിച്ചു വരുത്തിയത് നീയാണെങ്കിൽ നീ തന്നെ ഇവനെ പറഞ്ഞോട്ടേക്ക്. കടന്നു പോടാ. ഗൗതം എന്താ ഇത്? പ്രണവ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിധി, അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കരുത്. എനിക്ക് വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമുണ്ട്. പ്രണവിന് ഗൗതമിനോട് പകയോ വിദ്വേഷമോ ഒന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ക്ഷണിച്ച ഉടനെ അമ്മയുടെ കൂടെ പ്രണവ് ഇവിടേക്ക് വരുവോ? ഓരോ ദിവസം ഗൗതമിനെ എങ്ങനെ ഈശ്വരമംഗലത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ആലോചിച്ച് നടക്കുന്ന ആളാണ് പ്രണവ്. ഗൗതമിന്റെ അനിയനല്ലേ ഇവൻ? അതൊന്ന് മനസ്സിലാക്ക്. നീ ബിസിനസ് തുടങ്ങുന്നു എന്നറിഞ്ഞപ്പോ എന്നേക്കാൾ അധികം സന്തോഷിച്ചത് ഇവനാ മോനെ. അതറിയോ നിനക്ക്? ഗൗതം പ്ലീസ്, പ്രണവിനെ വിളിച്ച് ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോ. വേണ്ട ഏട്ടത്തി, ഏട്ടൻ എന്നെ തല്ലുന്നെങ്കിൽ തല്ലിക്കോട്ടെ. ഏട്ടനെ ആൾക്കാരുടെ മുന്നിലിട്ട് തല്ലിയാലും ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കും. അതെന്റെ ആഗ്രഹമാണ്. ഏട്ടാ, സത്യമായിട്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. നീയുമായിട്ട് വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇവൻ നിനക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ തന്നെ ശിവാനിയോടും വസുവിനോടും വരെ കള്ളം പറഞ്ഞിട്ടാ ഇവൻ ഈ ഭൂമി പൂജ പങ്കെടുക്കാൻ വന്നത്. അത്രയ്ക്ക് സ്നേഹം നിന്നോട്. പറഞ്ഞില്ലേ, ഞാൻ അറിയേ ഏട്ടന്റെ അടുത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അറിയാതെങ്കിലും എന്റെ ഭാഗത്തുനിന്ന് ഒരു അബദ്ധം പറ്റി പോയിട്ടുണ്ടെങ്കിൽ, അതിലും ഏട്ടന് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് ഏട്ടന്റെ കാല് പിടിച്ച് മാപ്പ് പറയാം. എന്തോന്നാടാ ഇത്? നീ എന്തേ കാണിക്കുന്നേ? ഇനി നീ എന്തെങ്കിലും തെറ്റെന്നോട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നീ എന്റെ അനിയനല്ലേ?